ലിങ്ക്ഡിൻ URL കസ്റ്റമൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ലിങ്ക്ഡിനിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഒരു URL ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ പേരുണ്ടാവും, പിന്നെ കുറേ നമ്പേഴ്സ് ഫോളോ ചെയ്തിട്ടൊരു വലിയൊരു ലെങ്ത് ഉള്ളൊരു URL ആയിരിക്കും അത് നമ്മളെപ്പോഴും കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പല റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്ടൻ ചെയ്തിട്ട് വരുന്ന ആ ഒരു ലുക്ക് അത് വളരെ ഇംപ്രസീവാണ്, അത് വളരെ പ്രൊഫഷണലാണ്. നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ URL നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ മേ ബി ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് റെസ്യൂമെയിലാണ്. സോ ഈ റെസ്യൂമെയിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രൊഫഷണലായി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് നൽകുന്നത്. സോ അത് എപ്പോഴും നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ പൊതുവേ റിക്രൂട്ടേഴ്സ് എല്ലാം ജോബ് സെർച്ചിൻ്റെ സമയത്ത് ലിങ്ക്ഡിൻ URL ആവശ്യപ്പെടുന്ന ഒരു സിനേറിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു റിക്രൂട്ടറുടെ അടുത്തേക്ക് ഒരുപാട് നമ്പർ ഓഫ് URLs അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. സോ അതിനിടയിൽ വളരെ പ്രൊഫഷണലായിട്ട് വളരെ ഷോർട്ടൻ ആയിട്ടുള്ളൊരു URL വരുന്നത് ഡെഫിനറ്റ്ലി റിക്രൂട്ടറിനെ ഇംപ്രസ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, SEO സപ്പോർട്ട് ചെയ്യും. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ URL ഷോർട്ടൻ ആക്കി കീപ്പ് ചെയ്യുന്നത് ഈ SEO സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യും അതുകൊണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചലഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണ സമയത്ത് അത് ഓൾറെഡി ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ടേക്കൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ആ സമയത്തുള്ള ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് കൂടുതൽ ചിലപ്പോൾ നമ്പർ ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ചില രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഷോർട്ടൻ ചെയ്യണ സമയത്ത് ഇഫ് ഓൾറെഡി ടേക്കൺ ആണെങ്കിൽ നമുക്ക് പറ്റില്ല. അതൊരു ചെറിയ ചലഞ്ചാണ്. സോ നിങ്ങളുടെ പേര്, അതായത് ലിങ്ക്ഡിൻ നിങ്ങളുടെ പേര് മാത്രമായിട്ട് ചിലപ്പോൾ ആ URL നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എപ്പോഴും URL ഷോർട്ടൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഓൾവേസ് ടേക്ക് കെയർ ടു കസ്റ്റമൈസ് യുവർ ലിങ്ക്ഡിൻ URL. താങ്ക് യു.